പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ പകൽക്കാലം ദൈവവചനവുമായി ഞങ്ങളുടെ മധ്യ ആയിരിക്കുന്നതിൽ കർത്താവിൽ ഒത്തിരി സന്തോഷിക്കുന്നു. ഈ പകൽക്കാലം നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് ഉടമ്പടി അല്ലെങ്കിൽ കവനന്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. നമുക്കറിയാം, ഈ ഉടമ്പടി അല്ലെങ്കിൽ കവനന്റ് എന്നൊരു സാധാരണ വാക്കോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ധാരണയല്ല ഇത്. സത്യത്തിൽ ഇതൊരു ബന്ധമാണ് കാണിക്കുന്നത്. ബന്ധം അല്ലെങ്കിൽ ഒരു കരാർ അല്ലെങ്കിൽ ഒരു സഖ്യത അല്ലെങ്കിൽ പ്രതിബദ്ധത, കൈൻഡ് ഓഫ് ബൈൻഡിങ് എഗ്രിമെന്റ് എന്നൊക്കെ നമുക്ക് അതിന് പറയാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യത്യസ്തമായ ഗ്രീക്ക് ആൻഡ് എബ്രായ പദങ്ങളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം എന്ന് പറയുന്നത് ബെരീത്ത് എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഇതിന്റെ അർത്ഥം ഉടമ്പടി, സഖ്യം, കരാർ, പ്രതിബന്ധമായിട്ടുള്ളൊരു ബന്ധം, അങ്ങനെയൊക്കെയാണ് അതിനർത്ഥം വരുന്നത്. അതുകൊണ്ട് തന്നെ ഉടമ്പടി എന്നത് ഗൗരവമുള്ളൊരു കാര്യമാണ്. പുതിയ നിയമത്തില് കവനന്റ് അല്ലെങ്കിൽ ഉടമ്പടി എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് ദിയാത്തേക്ക്. എന്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. ഇതിനും അതേ അർത്ഥമാണ്. കവനന്റിൽ ടെസ്റ്റമെന്റ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് ഇതിന് വരുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 9:15 തിരുവചനം നമ്മളോട് പറയുന്നത്, അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ക്രിസ്തുവാകും. അപ്പോൾ തന്നെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മുടെ ഈ പഠനത്തിന്റെ മധ്യ കേന്ദ്രം അല്ലെങ്കിൽ മധ്യം എന്ന് പറയുന്നത്, അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ആയിരിക്കണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, there are godly covenants and evil covenants. ദൈവിക ഉടമ്പടിയും പൈശാചിക അല്ലെങ്കിൽ ദുഷ്ട ഉടമ്പടികളും ഉണ്ട്. എന്നാൽ എല്ലാ ഉടമ്പടികളും ദുഷ്ടമല്ല അല്ലെങ്കിൽ പൈശാചികമല്ല നമ്മൾ ഓർക്കണം. ഉടമ്പടി എന്നുള്ളൊരു വാക്ക് കേൾക്കുന്ന ഉടനെ അത് പൈശാചികമാണ് അല്ലെങ്കിൽ ദുഷ്ടമാണ്, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ദൈവം തന്നെ മനുഷ്യരുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ദൈവമായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിനും പുറപ്പാട് പുസ്തകത്തിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നോഹയുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തു, അബ്രഹാമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തു, ഇസ്രായേലുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ദൈവം, ദാവീദുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ദൈവം. അങ്ങനെ വന്ന് യേശുക്രിസ്തുവിലൂടെ പുതിയ ഉടമ്പടിയെ സ്ഥാപിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉടമ്പടി എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കിൽ അതൊരിക്കലും പൈശാചികമാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിനെതിരായ ആരാധനയിലോട്ടും വിഗ്രഹാരാധനയിലോട്ടും മന്ത്രവാദത്തിലോട്ടും പാപത്തിലോട്ടും ദൈവവചനത്തിന് എതിരായിട്ടുള്ള ആത്മീയ സമർപ്പണത്തിലോട്ടും നയിക്കുന്ന ഉടമ്പടികളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് ആഴത്തിൽ നമ്മളിവിടെ ചിന്തിക്കും. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരുടേതാണ് ഈ ഉടമ്പടി സംഭവിക്കുമ്പോൾ സത്യത്തിൽ അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഹൃദയമാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ഹൃദയം ആരുടേതാണ് നമ്മുടെ ഹൃദയം എന്ന ഒരു ചിന്ത നമ്മളിവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ഉടമ്പടിയുടെ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഞാൻ ആരുടേതാണ്, ഞാൻ ആരെയാണ് ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആരാണ് ആശ്രയിക്കുന്നത്, ഞാൻ ആരെയാണ് പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഞാൻ ആരുടെ അധികാരത്തിന്റെ കീഴിലാണ്, എന്റെ വിശ്വാസവും ആരാധനയും എവിടെയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. അപ്പൊ നമുക്കറിയാം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഹല്ലേലൂയ, ഞാൻ യേശു ക്രിസ്തുവിൻ്റെതാണ്. ഇപ്പൊ യേശുവിന്റെ പുതിയ ഉടമ്പടി എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 12:24 പറയുന്നു, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്കും, ഹല്ലേലൂയ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന തളിക്കപ്പെട്ട യേശുവിന്റെ പുണ്യാഹ രക്തത്തിന്റെ അടുക്കലേക്കുമാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ രക്തം നമ്മോട് നല്ലതും ശ്രേഷ്ഠവുമായിട്ടുള്ള സന്ദേശങ്ങളെ കൈമാറുന്നുണ്ട്. നമ്മുടെ ഭൂതകാലം എന്തു പറഞ്ഞു എന്നുള്ളതല്ല നാം, ഹല്ലേലൂയ, അത് ശത്രുവാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭൂതകാലവും നമ്മുടെ പാസ്റ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓർക്കുന്നതും. എന്നാൽ നമ്മുടെ ദൈവം, ഹല്ലേലൂയ, നമ്മുടെ ഭൂതകാലം പറയാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ചരിത്രം എന്താണെന്നോ, അല്ലെങ്കിൽ നാം മുമ്പ് ചെയ്ത പാപങ്ങൾ എന്താണെന്നോ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു, അതല്ല. ഇതിനേക്കാളെല്ലാം നമ്മളോട് സംസാരിക്കുന്ന ഒരു യേശുവിന്റെ രക്തം, ഏറ്റവും ശ്രേഷ്ഠമായി നമ്മോട് സംസാരിക്കുന്ന യേശുവിന്റെ രക്തമുണ്ടെന്നുള്ളത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:13 ഇങ്ങനെയാ പറയുന്നത്, അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്
എന്റെ സ്നേഹമുള്ള പുത്രന്റെ രാജ്യത്തിലേക്ക് മാറ്റിവെച്ചു. ഇരുട്ടിന്റെ രാജ്യത്തിലാണ് നമ്മെ അതിൽ നിന്ന് വിടുവിക്കുമെന്നല്ല പറയുന്നത്, വിടുവിച്ചു. And now we are തന്റെ സ്നേഹമുള്ള പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ മാറ്റിവെച്ചു. അപ്പോൾ അതിന്റെ അർത്ഥം നാം ഇപ്പോൾ സ്നേഹമുള്ള പുത്രന്റെ രാജ്യത്തിലാണ്, നാം ക്രിസ്തുവിന്റെ രാജ്യത്തിലാണ്. നാം ഇരുട്ടിന്റെ അധീനതയിലല്ല, നാം ഭയത്തിലല്ല, നാം വിശ്വാസത്തിലാണ്. നാം ബന്ധനത്തിലല്ല, നാം ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലാണ്. നാം പഴയ ജീവിതത്തിലല്ല, നാം പുതിയ ജീവിതത്തിലാണ്. നാം പുതിയ സൃഷ്ടികളാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ ഒരിക്കലും ഇരുട്ടിലല്ല, വെളിച്ചമാകുന്ന യേശുവിലാണ്. അന്ധവിശ്വാസത്തിലോട്ട് പോകാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്, മറിച്ച് ആത്മീയ വിവേചനം നേടി ദുഷ്ടതയെ മഹത്വപ്പെടുത്താനല്ല, ക്രിസ്തുവിന്റെ വിജയത്തെ കൂടുതൽ മനസ്സിലാക്കി അതിനെ പ്രഖ്യാപിച്ച് എങ്ങനെ പ്രഖ്യാപിക്കുന്നത്? ഞാൻ യേശുവിന്റെയാണ്, എന്റെ ജീവിതത്തിലെ കർത്താവ് യേശു മാത്രമാണ്. സ്തോത്രം. എന്റെ ആരാധന, എന്റെ ഹൃദയം എന്റെ കർത്താവിന് മാത്രമാണ്. എന്റെ വിശ്വാസം എന്റെ യേശുവിൽ മാത്രമാണ്. എന്റെ പ്രത്യാശയും യേശുവിൽ മാത്രമാണ്. എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം, കർത്താവിനോടുള്ള ബന്ധത്തിൽ എന്റെ സമർപ്പണത്തെക്കാൾ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഞാൻ പ്രാധാന്യം നൽകുന്നുണ്ടോ എന്ന് നമുക്കൊരു ആത്മപരിശോധന നടത്താം. ഹല്ലേലൂയ സ്തോത്രം. ഈ പകൽക്കാലം നാം പ്രാർത്ഥിക്കണം. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നാം ഉടമ്പടിയുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം കർത്താവിന് മാത്രം സമർപ്പിക്കപ്പെട്ടതാകട്ടെ. ഞാൻ യേശുവിന്റെ വകയാണ്. സ്തോത്രം. എന്റെ പ്രത്യാശ യേശുവിലാണ്. വായിച്ചുള്ള എബ്രായർക്കെഴുതിയ ലേഖനം 12:24 വായിച്ചു. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ അടുക്കിലേക്കും ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന തളിക്കപ്പെട്ട രക്തത്തിന്റെ അടുക്കിലേക്ക് നാം വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്താ? സ്തോത്രം. ഹാബേലിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്താ? സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4:10 പറയുന്നുണ്ട്, ഹാബേലിന്റെ രക്തം നീതിക്കായി നിലവിളിച്ചു. എന്നാൽ യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതം നമുക്ക് ക്ഷമയും വീണ്ടെടുപ്പും കരുണയും ഹല്ലേലൂയ അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയെ പ്രഖ്യാപിക്കുന്ന രക്തമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന തളിക്കപ്പെട്ട രക്തം. പഴയ നിയമത്തിൽ രക്തം വെറുതെ ഒഴുക്കുന്ന ഒരു അനുഭവം ആയിരുന്നില്ല. അല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ച ബലികളില് രക്തത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ടായിരുന്നു. ലേവ്യ പുസ്തകം 17:11 പറയുന്നുണ്ട്, ജഡത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ. അപ്പൊ ഇവിടെ ഈ രക്തം എന്ന് പറയുന്നത് ജീവനെ പ്രതിനിധീകരിക്കുന്ന ഒരു കാര്യമാണ്. പഴയ നിയമത്തിലെ യാഗക്രമത്തിലെല്ലാം നമുക്കറിയാം, രക്തം യാഗപീഠത്തിൽ തളിക്കപ്പെട്ടിരുന്നു. അതിലൂടെ പരിഹാരത്തിന്റെ ഒരു പ്രതീകം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകം 24:8 പറയുന്നുണ്ട്, അവിടെ മോശ ഉടമ്പടിയുടെ രക്തം ജനത്തിനുമേൽ തളിച്ചുകൊണ്ട് പറയുന്നു, ഇതാ യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന ഉടമ്പടിയുടെ രക്തം. അപ്പോൾ എബ്രായർ 12:24 നാം വരുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് യേശുവിന്റെ രക്തം പുതിയ നിയമ ഉടമ്പടിയുടെ രക്തമാണ്. ഇത് തന്നെ കർത്താവ് പറഞ്ഞത്. ലൂക്കോസ് 22:20 കർത്താവ് പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ നിയമമാകുന്നു. അതുകൊണ്ട് ഈ തളിക്കപ്പെട്ട രക്തം എന്നുള്ളത് യേശുവിന്റെ ബലിയുടെ രക്തമാണ്. അത് പുതിയ ഉടമ്പടി സ്ഥാപിച്ച രക്തം എന്ന ആശയമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഹാബേലിന്റെ രക്തത്തെ ഇവിടെ പറയുന്നത്? ഈ വാക്യത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം എന്ന് പറയുന്നതാണ്. സ്തോത്ര ഉടമ്പടിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഹാബേലിന്റെ കാലം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കയീൻ ഹാബേലിനൊക്കെ 34:10 ഞാൻ വായിച്ചതാണ്. ഓക്കെ, നിന്റെ സഹോദരന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. നോക്കുക, സംസാരിക്കുന്ന അല്ലെങ്കിൽ നിലവിളിക്കുന്ന ഹാബേലിന്റെ രക്തം. നമുക്കറിയാം രക്തത്തിന് വായില്ല അല്ലേ? പക്ഷെ രക്തം സംസാരിക്കുന്നു എന്നത് അർത്ഥമാക്കുന്ന എന്താണ്? ആ രക്തം സൂചിപ്പിക്കുന്ന ഒരു അവകാശവാദം, ഒരു ക്ലെയിം അവിടെയുണ്ട്. അത് ദൈവസനെ നിലനിൽക്കുന്നു അല്ലെങ്കിൽ നിലകൊള്ളുന്നു നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. ഹാബേലിന്റെ രക്തം സത്യത്തിൽ എന്താ സംസാരിച്ചത്? സ്തോത്രം. അത് അനീതിക്കെതിരെയുള്ള നിലവിളിയായിരുന്നു. ഇന്നസെന്റ് ആയിട്ട് ഹല്ലേലൂയ മരിക്കപ്പെട്ട അല്ലെങ്കിൽ നീതി ലഭിക്കാതെ എനിക്ക് അനീതി സംഭവിച്ചു, എന്റെ രക്തം അന്യായമായി ചൊരിയപ്പെട്ടു, എനിക്ക് നീതി വേണം, അങ്ങനെ നിലവിളിച്ച അല്ലെങ്കിൽ ന്യായവിധിക്കായി നിലവിളിക്കുന്ന രക്തം എന്നൊരു ചിത്രം നമുക്കിവിടെ സംഭവിക്കുന്നത്. എന്നാൽ യേശുവിന്റെ രക്തത്തെ കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ കൂടുതൽ ശ്രേഷ്ഠമായി യേശുവിന്റെ രക്തം എങ്ങനെ നമ്മോട് സംസാരിക്കുന്നത്? ഇവിടെയാണ് ദൈവമക്കളെ സുവിശേഷത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഹാബേൽ നിരപരാധിയായിട്ടാണ് കൊല്ലപ്പെട്ടത്. നമ്മുടെ കർത്താവ് യേശുവും നിരപരാധിയായിട്ട് കൊല്ലപ്പെട്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തം അന്യായത്തെ വെളിപ്പെടുത്തിയപ്പോൾ യേശുവിന്റെ രക്തം ഹല്ലേലൂയ മനുഷ്യന്റെ പാപത്തിന്റെ ഭീകരതയെ ഞാനും നീയും അല്ലെങ്കിൽ നാം ഓരോരുത്തരും വഹിച്ച പാപത്തിന്റെ ഭീകരതയെ അവിടെ വെളിപ്പെടുത്തിയത്. സ്തോത്രം. ഇവിടെ വലിയൊരു സത്യമുണ്ട്, അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഹാബേലിന്റെ രക്തം നീതിക്കായിട്ട് നിലവിളിച്ചപ്പോൾ യേശുവിന്റെ രക്തം ഹല്ലേലൂയ നീതിയെ നിറവേറ്റിക്കൊണ്ട് കരുണയ്ക്കും ക്ഷമയ്ക്കും വേണ്ടി സംസാരിച്ചു.
അതാ പറഞ്ഞത്, ശ്രേഷ്ഠമായിട്ട്, ഹാബീലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായിട്ട്. സ്തോത്രം. ഈ രക്തം നമ്മുടെ പാപത്തിന്റെ കടത്തെ മാറ്റി. ഹാലയിൽ നമുക്ക് നീതി ലഭിച്ചു, നമുക്ക് വേണ്ടി വിലയായി മാറ്റപ്പെട്ടു. ഹാലെ ക്ഷമ നമുക്ക് ലഭിച്ചു, വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചു, ദൈവത്തോടുള്ള വലിയ സമാധാനം നമുക്ക് ലഭിച്ചു. ഹാലലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ശ്രേഷ്ഠമായി സംസാരിക്കുന്ന ഈ രക്തം, ഹാലലൂയ, ഒരു രക്തം, ഹാബേലിന്റെ രക്തം ന്യായ വിധിക്കായിട്ട് നിലവിളിച്ചപ്പോൾ ക്ഷമയും വീണ്ടെടുപ്പും നമുക്ക് നൽകിക്കൊണ്ട് അതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഹാബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായി സംസാരിച്ച യേശുവിന്റെ രക്തം, പാപപരിഹാരത്തിന്റെ വഴി നമുക്ക് വേണ്ടി തുറന്ന യേശുവിന്റെ രക്തം, ക്ഷമ നമുക്ക് നൽകിയ യേശുവിന്റെ രക്തം. ഹാലയിലെ എബ്രായർക്ക് ലേഖനം 9:22 ഇങ്ങനെ പറയുന്നു, രക്തം ചൊരിയാതെ വിമോചനം സംഭവിക്കുന്നില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ മൃഗങ്ങളുടെ രക്തം ഹാലയിൽ ഒരു നിഴലായിട്ട് തളിക്കപ്പെട്ടെങ്കിൽ യേശുവിന്റെ പൂർത്തിയായ ബലിയുടെ നിഴലായിട്ട് അതിനെ കാണുമ്പോൾ, സ്തോത്ര, എബ്രായർക്ക് ലേഖനം 9:12 ഇങ്ങനെയാ പറയുന്നത്, സ്തോത്ര, കോലാളുകളുടെയും കാലുകളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ ഒരിക്കൽ വിശുദ്ധ സ്ഥലത്തിൽ പ്രവേശിച്ച് നിത്യ വീണ്ടെടുപ്പ് നേടി. ഹാലേലൂയ. പഴയ നിയമ മൃഗങ്ങളുടെ രക്തത്തിൽ ഹാലേലൂയ ആ വീണ്ടെടുപ്പിനെ കാണിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ യേശുവിന്റെ സ്വന്തം രക്തത്താൽ ശ്രേഷ്ഠമേറിയ ഉടമ്പടിയുടെ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണുന്നത്. സ്തോത്രം. ഹാലേലൂയ. അതുകൊണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഏറ്റവും വലിയ കവനന്റ്, ഹാലേലൂയ, അല്ലെങ്കിൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ തന്റെ പഴയ ആത്മീയ ബന്ധമല്ല, പുതിയ ഉടമ്പടിയാണ്. യേശുവിന്റെ രക്തം സ്ഥാപിച്ച പുതിയ ഉടമ്പടി. അതുകൊണ്ട് ഒരാൾക്ക് തന്റെ ഭൂതകാലത്തെ കുറിച്ച് എന്തെല്ലാം ഭയം ഉണ്ടായാലും, അവൻ ക്രിസ്തുവിലോട്ട് വരുമ്പോൾ തന്റെ പൂർവികർ ആരായാലും, അവരെന്തെല്ലാം മന്ത്രവാദത്തിൽപ്പെട്ടവരായിരുന്നാലും, അല്ലെങ്കിൽ ഒരുപക്ഷെ കർത്താവിനെ അറിയാത്തവർ, അല്ലെങ്കിൽ ഇന്നും ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഭവനത്തിൽ ഉണ്ടാകാം, മറു പ്രാർത്ഥന ചെയ്യുന്നവരുണ്ടാകാം. എന്നാൽ നാം ചിന്തിക്കേണ്ട, ഇതെല്ലാം കണ്ട് ഭയപ്പെട്ടിരിക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. സ്തോത്രം. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചൊരു ദൈവം. സ്തോത്രം. നീതി നിറവേറ്റപ്പെട്ട് നമുക്ക് തന്നൊരു കർത്താവ്. ഹാലലൂയ. അതിനെ കണ്ട് ഭയപ്പെടാതെ ക്രിസ്തുവിൽ ഞാൻ ആരാണ്, ആ ഭയത്തിൽ നിന്ന് ഒരു പുതിയ ഉടമ്പടിയിലോട്ട് വന്നുകൊണ്ട്, സ്തോത്രം, ഹാലേലൂയ, സ്തോത്രം, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിന്റെയും പിന്നിൽ ഉള്ള ദുഷ്ട ഉടമ്പടി ഓർത്ത് ഭയപ്പെടാതെ, സ്തോത്രം, ഹാലേലൂയ, സ്തോത്രം, ക്രിസ്തുവിലോട്ട് തിരിയുക, ക്രിസ്തുവിലോട്ട് ഫോക്കസ് ചെയ്യുക. ഹാലേലൂയ. മാനസാന്തരപ്പെടുക. എന്തെങ്കിലും നാം കർത്താവിന് യഥാർത്ഥ മാനസാന്തരത്തിൽ ദൈവമക്കളെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. സ്തോത്രം. ഹാലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, യാക്കോബിന് ആഭിചാര യാക്കോബിന് ഫലിക്കുകയില്ല. യഥാർത്ഥം നാം മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥ മാനസാന്തരത്തിന്റെ പ്രവർത്തികൾ നാം ജീവിക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം, ദൈവത്തിന്റെ മഹത്വമേ നമ്മളിൽ വെളിപ്പെടുകയുള്ളൂ. പിശാചിന്റെ ഒരു ഉടമ്പടിക്കോ ഒരു പ്രവൃത്തിക്കോ നമ്മളിൽ സ്ഥാനമില്ല. നാം ചെയ്യേണ്ട തെറ്റായ സകല പ്രവർത്തികൾ ഉപേക്ഷിക്കുക, യഥാർത്ഥ മാനസാന്തരത്തിലൂടെ നാം വരിക, കർത്താവിനോട് ചേർന്ന് നാം നടക്കുക. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 19:18-19 വരെ വരുമ്പോൾ, സ്തോത്രം, അവിടെ കാണുവാൻ സാധിക്കുന്ന എഫെസോസിലെ ആളുകൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ അവർ ചെയ്ത് എന്താണെന്നറിയാമോ? അവർ മുമ്പ് ചെയ്തിരുന്ന സകലത് ഉപേക്ഷിച്ചു. സകല മന്ത്രവാദ പ്രവർത്തനങ്ങൾ, അവരുടെ വിശ്വാസത്തെ അവർ വലിച്ചൊറിഞ്ഞിട്ട് ഒരു പുതിയ ഹൃദയത്തോടെ കർത്താവിലോട്ട് വരുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അവർ മന്ത്രവാദത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങളൊക്കെ അവരെന്ത് ചെയ്തു? കത്തിച്ചു കളഞ്ഞു. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 19:18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം, എന്റെ പൂർവികർ എന്ത് ചെയ്തു എന്ന് നോക്കി നടക്കാനല്ല, അല്ലെങ്കിൽ അതിനെ വീണ്ടും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കാനല്ല അവരോട് ആഗ്രഹിച്ചത്. സ്തോത്രം. അവരെന്താ ചെയ്ത്? അവർ ക്രിസ്തുവിലോട്ട് തിരിഞ്ഞു. സ്തോത്രം. അവിടെയാണ് സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഹാലേലൂയ. അവര് അതിനെല്ലാം കത്തിച്ചു കളഞ്ഞ് യേശുവിലോട്ട് തിരിഞ്ഞ് ഹൃദയത്തെ തിരിഞ്ഞ്, സ്തോത്രം, ഹാലേലൂയ, ആ ചൊരിയപ്പെട്ട പാനപാത്രത്തിന്റെ ശക്തി മനസ്സിലാക്കി, അത് പുതിയ നിയമമാണെന്ന് മനസ്സിലാക്കി, സ്തോത്രം, പഴയതിന് എന്റെ മേൽ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ മധ്യസ്ഥനായ ക്രിസ്തുവിലോട്ട് അവർ തിരിയാൻ തക്കോണം ഇടയായി തീർന്നു. ആ തളിക്കപ്പെട്ട രക്തത്തിന്റെ ശക്തി എനിക്ക് വേണ്ടി സംസാരിക്കുന്ന, ഹാലേലൂയ, സ്തോത്രം, സ്തോത്രം, എനിക്ക് വേണ്ടി വില കൊടുത്ത ആ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി മനസ്സിലാക്കിയിട്ട് അവർ വിളിച്ചു പറയാൻ തുടങ്ങി, സ്തോത്രം, എനിക്കൊരു പുതിയ ഉടമ്പടിയുണ്ട്. സ്തോത്രം. എന്റെ കണ്ണ് ക്രിസ്തുവില, എന്റെ കണ്ണ് ഭൂതങ്ങളിൽ അല്ലെങ്കിൽ ഭൂത കാലങ്ങളിലും അല്ല, ശാപങ്ങളിലല്ല, പൂർവീകരുടെ ചരിത്രത്തിലല്ല, സ്വപ്നങ്ങളിലുമല്ല, മറിച്ച് ഹാലേലൂയ എന്റെ കണ്ണ് യേശുവിൽ മാത്രം. അതുകൊണ്ട് എബ്രായർക്ക് ലേഖനം 12:2 പറയുന്നത് പോലെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവെങ്കിലോക്ക് നോക്കിക്കൊണ്ട് ഈ യാത്ര പിന്തുടരാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ പകൽക്കാലം എന്റെ മെസ്സേജ് ഞാൻ ഇവിടെ നിർത്തുമ്പോൾ, ഈ പകൽക്കാലം നാം ചിന്തിക്കണം, ഞാൻ ആരുടേതാണ്? ഹാലേലൂയ. എന്റെ ഉടമ്പടി ഏതാണ്? ഏത് ഉടമ്പടിയിലാണ് ഞാൻ നിൽക്കുന്നത്? സ്തോത്രം.
എന്റെ ഉടമ്പടി സ്ഥാപിച്ചത് ആരാണ്? സ്തോത്രം. അതിന്റെ അടിസ്ഥാനം എന്താണ്? ഹാലേലൂയ. ഈ ഉടമ്പടി സ്ഥാപിച്ച യേശു ക്രിസ്തുവ. അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ യേശുവിന്റെ രക്തമാണ്. സ്തോത്രം. ആ രക്തം എന്താണെന്ന് എന്നോട് സംസാരിക്കുന്നത്? എനിക്ക് വേണ്ട ക്ഷമയാണ്, എനിക്ക് വേണ്ട വീണ്ടെടുപ്പാണ്, എനിക്ക് വേണ്ട നീതിയാണ്, എനിക്ക് വേണ്ട ദൈവത്തോടുള്ള ദൈവിക പ്രോമിസുകളുടെ ഫുൾഫിൽമെന്റ് ആണ്. സ്തോത്രം. ദൈവത്തോടുള്ള സമാധാനമാണ്. അതുകൊണ്ട് നാം ഇരുട്ടിനെ ഭയപ്പെടരുത്. സ്തോത്രം. വചനം പഠിക്കുക, വിവേചനം നേടുക. സ്തോത്രം. ദുഷ്ടതയെക്കുറിച്ച് പഠിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ അറിയുന്നത് ഓക്കെ, പക്ഷേ അത് യേശുവിന്റെ വിജയത്തെ, യേശു തന്ന വിജയത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആയിരിക്കണം നമ്മൾ അതിനെ പഠിക്കേണ്ടത്. സ്തോത്രം. ഈ പകൽക്കാലം നമ്മുടെ കണ്ണുകൾ കർത്താവിൽ മാത്രം വെച്ചുകൊണ്ട്, സ്തോത്രം, കർത്താവിന്റെ മുഖത്തോട്ട് മാത്രം നോക്കിക്കൊണ്ട്, സ്തോത്രം, ഏറ്റുപറയേണ്ടതിന് ഏറ്റുപറഞ്ഞുകൊണ്ട്, വിശ്വസിക്കേണ്ടതിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട്, സ്തോത്രം, വേർപ്പെടേണ്ടതിൽ നിന്ന് വേർപ്പെട്ടുകൊണ്ട്, സ്തോത്രം, കർത്താവിന്റെ വചനത്തെ ശക്തമായി പഠിക്കുവാൻ ക്രിസ്തുവിൽ എഫെസോസിലെ വിശ്വാസികൾ ചെയ്തു വന്നതുപോലെ കർത്താവിന്റെ വചനം അവരെ ശക്തിയായി വർദ്ധിച്ച് അവർ പ്രബലമായി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ, സ്തോത്രം, ക്രിസ്തുവിലോട്ട് വരുമ്പോൾ ഇരുട്ടിന്റെ ഭയങ്ങൾ നീങ്ങിപ്പോയിട്ട്, സ്തോത്രം, ക്രിസ്തുവിനെ സ്വീകരിച്ച് ഇരുട്ടിന്റെ പഴയ സകല പ്രവർത്തികളെയും ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് കർത്താവിനുള്ള വലിയ സമാധാനത്തിലോട്ട് കടന്നു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളോടെ നിർത്തുന്ന ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ, ദിവസങ്ങളിൽ ഇതിന്റെ അടുത്ത ഭാഗം തുടർമാനമായിട്ട് നാം ചിന്തിക്കുന്നതാണ്, നാം പഠിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, സ്തോത്രം, ഹാലലൂയ. നാം ഭയത്തിൽ ജീവിക്കേണ്ടവരല്ല, ക്രിസ്തു തന്ന വിജയത്തിൽ, ക്രിസ്തു തന്ന മഹത്വത്തിൽ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് സ്തോത്രം, ദുഷ്ടമായ ഒരു ഉടമ്പടിയെ കുറിച്ചും ഒരു ഈവിൾ കമന്റിനെ കുറിച്ച് നാം ഭയപ്പെടേണ്ടതില്ല. യേശുവിന്റെ രക്തം, സംസാരിക്കുന്ന രക്തം എനിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ തിരുമുഖത്തോടെ നോക്കി യാത്ര ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. God bless you all. Thank you.